അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. കുറച്ച് മാങ്ങ ഇട്ടിട്ടുണ്ടായി, അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തു. മാങ്ങയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഉപ്പാണ് ഒഴിക്കുന്നത്. ഉപ്പ് ഇവിടെ നീരാണ് ഉപയോഗിക്കൽ, ഉപ്പ് വെള്ളം. പിന്നെ ഒരു 3-4 സ്പൂൺ മുളക് പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. ഞാൻ തലേ ദിവസം ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് പിറ്റേന്നാണ് ഉണ്ടാക്കിയത്. അപ്പം മാങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അച്ചാറിടാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഓയിൽ ഒഴിച്ച്, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്, മറ്റേ എള്ളെണ്ണ ഉണ്ടായില്ല. അതിലോട്ട് ഉലുവ ഇട്ട് കൊടുത്തത്. പിന്നെ ഉലുവയും കടുകുമാണ് പൊട്ടിക്കുന്നത്. ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം കടുകും ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. പിന്നെ കടുകും പൊട്ടിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് അത് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം വാടി വരുമ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ അതിലോട്ട് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഉപ്പ് നീരും കൂടി എല്ലാം കൂടി ആകുമ്പോൾ അങ്ങനെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇത് കൂടുതൽ വേവിക്കുന്നൊന്നുമില്ല, അടുപ്പത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട്. പിന്നെ അതിലോട്ട് കായപ്പൊടി, അച്ചാർ പൊടി ഉണ്ടെങ്കിൽ അച്ചാർ പൊടിയും ചേർക്കാം. കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ കുറച്ച് വിനാഗിരി, ഒരു 2-3 സ്പൂണേ ചേർത്തുള്ളൂ. മാങ്ങയായതുകൊണ്ട്, മാങ്ങക്ക് പുളി ഉണ്ടായതുകൊണ്ട് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തു. അച്ചാറിപ്പോൾ റെഡി ആയിട്ടുണ്ട്.